നല്ല തിരക്കേറിയിട്ടുള്ള ബസ്സുകളും അതുപോലെ തന്നെ തിരക്കേറിയിട്ടുള്ള മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലേ. മറ്റൊരാളുടെ അനുവാദമില്ലാതെ അയാളെ തൊടുകയും പിടിക്കുകയും ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറെ ഇങ്ങനെ മുട്ടി 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 നടക്കുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് സത്യത്തിൽ ഒരു ഡിസോർഡർ ഗണത്തിൽ പെടുന്നത് തന്നെയാണ് അല്ലേ. ഇതിന് നമ്മൾ ഫിറ്റോറിസം എന്നാണ് പറയുന്നത്. ശരിക്കും ഇതിങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ചെയ്യുന്ന വ്യക്തിക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇതൊരു സെക്ഷൽ ഡിസോർഡറിന്റെ ഒരു ഫാമിലിയിൽ പെടുന്നവയാണ് ഫിറ്റോറിസം എന്ന് പറയുന്നത്. സത്യത്തിൽ ഇതിന്റെ ക്ലാസ് നമുക്ക് സാർമാർ എടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു കേസ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത് വളരെ അപൂർവമായിരിക്കും. കാരണം ഇതിന് നാട്ടുകാർക്ക് ശേഷം പിന്നെ പോലീസുകാരൊക്കെ ആയിരിക്കും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ്. സത്യത്തിൽ ഇങ്ങനെയുള്ള ഒരു കണ്ടീഷനുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന ആളുകൾക്ക് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള തെറാപ്പികളിലൂടെയും മറ്റ് കൗൺസിലിങ്ങിലൂടെ ഒക്കെ നമുക്കിതിനെ ഈ ഒരു സിറ്റുവേഷൻസിന്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബിഹേവിയർ പാറ്റേൺസിന് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് അത് അവരുടെ കൈകളിൽ ആ കൺട്രോൾ ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ്. പലപ്പോഴും അവർ ചെയ്യരുത്, തെറ്റാണെന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും പിന്നീടും അവർ അറിയാതെ അതിലോട്ടേക്ക്, അല്ലെ, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അതിലോട്ടേക്ക് പോയി ചെയ്യുന്നു എന്നുള്ള ഒരവസ്ഥയാണ് പലപ്പോഴും നമ്മൾ കാണാറുള്ളത്.